വയനാട് വാഗേരിയിലെ കാര്യം നോക്കുകയാണെങ്കിൽ അവിടെ ഇപ്പോൾ ഈ നരഭോജി കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞു എന്നൊരു വാർത്ത വരുന്നുണ്ട്. വയനാട് വന്യജീവി സങ്കേതത്തിലെ 13 വയസ്സുള്ള ആൺകടുവയാണ് പ്രജീഷിനെ ആക്രമിച്ച് കൊന്നത്. വനം വകുപ്പ് നിയോഗിച്ച റാപ്പിഡ് റെസ്പോൺസ് ടീം കടുവയുടെ നീക്കങ്ങളൊക്കെ നിരീക്ഷിച്ചു വരികയാണ്. കടുവ ജനവാസ മേഖലയ്ക്ക് അടുത്തു തന്നെ തുടരുന്നതായാണ് വനം വകുപ്പിന്റെ നിഗമനം. കമൽ ചേരുന്നുണ്ട് നമുക്കിപ്പം. കമല്, 80ഓളം പേര്, 30ഓളം നിരീക്ഷണ സംവിധാനങ്ങൾ, ഇന്നും കൂട്ടിയതേ 6 ദിവസമാകുന്നു. ഈ 6 ദിവസം നീണ്ട തിരച്ചിലിനൊടുവിലാണ് ഈ കടുവയെ, നരഭോജി കടുവയെ വനം വകുപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. എന്തൊക്കെയാണ് വനം വകുപ്പിന്റെ നടപടിക്രമങ്ങൾ, എന്തൊക്കെയാണ് അവരുടെ കണ്ടെത്തലുകൾ? സേതു, ക്യാമറ ട്രാപ്പിൽ കഴിഞ്ഞ ദിവസമാണ് കടുവയുടെ വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചത്. അതിലൂടെയാണ് കടുവയെ ഐഡന്റിഫൈ ചെയ്തത്. ഈ ചിത്രങ്ങൾ ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് ഈ ഐഡന്റിഫിക്കേഷൻ ഇത്രയും വൈകിയത്. ആദ്യ ദിവസം ചിത്രങ്ങൾ ലഭിച്ചിരുന്നെങ്കിലും മഞ്ഞ് കാരണം അത് വ്യക്തമായിരുന്നില്ല. പിന്നീട് വ്യക്തമായ ചിത്രങ്ങൾ ലഭിച്ചപ്പോഴാണ് കഴിഞ്ഞ കടുവ സെൻസസുകളിലൊക്കെ വനം വകുപ്പിന്റെ ഡാറ്റയിൽ പതിഞ്ഞ, അല്ലെങ്കിൽ നേരത്തെ ക്യാമറ ട്രാപ്പിൽ പതിഞ്ഞ WWL വയനാട് വൈൽഡ് ലൈഫ് 45 എന്ന ആൺകടുവയാണ് ഇതെന്ന് ഇപ്പോൾ വനം വകുപ്പ് തിരിച്ചറിഞ്ഞിരിക്കുന്നത്. WWL 45 എന്ന് പേരിട്ട കടുവയാണ്. 13 വയസ്സ് പ്രായമുണ്ട്. 13 വയസ്സെന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരു ആയുസ് എത്തേണ്ട സമയം വളരെ പ്രായം കൂടിയ ഒരു കടുവയാണ്. അതുകൊണ്ട് തന്നെ കടുവയ്ക്ക് ആരോഗ്യ പ്രശ്നങ്ങളോ മറ്റ് പരിക്കുകളോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ഇന്ന് എന്തായാലും ഈ കടുവയെ തിരിച്ചറിഞ്ഞതോടെ വനംവകുപ്പ് നടപടികൾ ഊർജിതമാക്കിയിട്ടുണ്ട്. ഇന്നലെ തന്നെ കടുവയുടെ സാന്നിധ്യം ഈ നേരത്തെ സ്ഥാപിച്ച കൂടിന് സമീപത്തൊക്കെ ഉള്ളതായി ചില തെളിവുകൾ വനംവകുപ്പിന് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് കടുവയെ കണ്ടെത്താനും തുടർ നടപടിയിലേക്ക് കടക്കാനും കഴിയുമെന്ന ഉറച്ച വിശ്വാസത്തിലാണ്. ഡ്രോൺ ഉൾപ്പെടെയുള്ള നിരീക്ഷണ സംവിധാനങ്ങളൊക്കെ ഉണ്ട്. രാവിലെ മുതൽ തന്നെ തെരച്ചിൽ തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ഈ കടുവയുടെ നമ്പർ അടക്കം തിരിച്ചറിഞ്ഞതോടുകൂടി ഇന്ന് എന്തായാലും എന്തെങ്കിലും ഇക്കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടാകും എന്ന ഉറച്ച വിശ്വാസത്തിലാണ് വനംവകുപ്പ്. ഈ കമല, അതുപോലെ തന്നെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ 3 കൂടൊരുക്കി വനംവകുപ്പ് കാത്തിരിക്കുകയായിരുന്നു കടുവയെ പിടികൂടാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇന്നത്തെ ഈ ഉദ്യമം അത് വിജയിക്കുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഇൻ കേസ് അത് വിജയിച്ചില്ല എങ്കിൽ മയക്കുവെടി വയ്ക്കുന്നതടക്കമുള്ള ഒരു ക്രമീകരണങ്ങളിലേക്കൊക്കെ വനംവകുപ്പ് കടക്കുമോ? അത്തരത്തിൽ എന്തെങ്കിലുമൊക്കെ നീക്കം നടക്കുന്നുണ്ടോ അവിടെ? സേതുലക്ഷ്മി, ആദ്യ ദിവസം മുതൽ തന്നെ ഈ മയക്കുവെടി വെക്കാനുള്ള സംഘം തയ്യാറാണ്. അവരും ഈ തെരച്ചിൽ സംഘത്തോടൊപ്പം മുഴുവൻ സമയവും ഉണ്ട്. കടുവയെ ഒരു പറ്റിയ സ്ഥലത്ത് ഈ മയക്കുവെടി വെക്കാനുള്ള ഒരു സാഹചര്യത്തിൽ കണ്ടെത്തുകയാണെങ്കിൽ തീർച്ചയായും മയക്കുവെടി വെക്കും. കാരണം അതിനുള്ളൊരു സാഹചര്യം വേണം. ഒരു ഒഴിഞ്ഞ സ്ഥലത്ത് ഈ കടുവ മയങ്ങാനൊക്കെ സമയമെടുക്കും. അതുകൊണ്ട് തന്നെ കൃത്യമായ അതിന് പറ്റിയ ഒരു ഭൂപ്രകൃതിയുള്ള സ്ഥലത്തൊക്കെ കടുവയെ കണ്ടെത്തിയാൽ എത്രയും പെട്ടെന്ന് മയക്കുവെടി വെക്കാൻ തന്നെയാണ് വനംവകുപ്പിൻ്റെ തീരുമാനം. കൂടുകൾ 3 എണ്ണം സ്ഥാപിച്ചിട്ടുണ്ട്. ഇന്നലെ ഒരു കൂടിനടുത്ത് വരെ കടുവ എത്തിയതായി ചില അതിൻ്റെ ലക്ഷണങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് ഇക്കാര്യത്തിൽ ഒരു പുരോഗതി ഉണ്ടാകും എന്ന് തന്നെയാണ് ഉന്നത ഉദ്യോഗസ്ഥരടക്കം കരുതുന്നത്.